പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ അതിനു മുൻപ് പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. എൻ്റെ ഇടയ്ക്കിൽ കുറച്ച് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചും മറ്റും ചോദിച്ചു, ചേട്ടാ നല്ല ജീവിത പങ്കാളിയെ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നല്ല ട്രഡീഷണൽ കാത്തലിക് വൈഫിനെ ലഭിക്കാൻ എന്ത് ചെയ്യണം. നമ്മുടെ നാട്ടിൻപുറം ഭാഷയിൽ നമ്മൾ പറയും നല്ല ദൈവഭയമുള്ള കുട്ടിയെ ലഭിക്കാൻ. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ. എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: നന്നായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഒരു ധ്യാനത്തിൽ, അത് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലം എന്ന സ്ഥലത്ത് നവജ്യോതിസ് ധ്യാന കേന്ദ്രം, അതിപ്പോഴുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ പോയപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു ബ്രദറാണ് പറഞ്ഞത്, നീ ഇപ്പോഴേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, നല്ല ദൈവഭയമുള്ള കുടുംബത്തിൽ നിന്ന് ദൈവസ്നേഹമുള്ള ഒരു കുട്ടിയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അന്ന് മുതൽ ഞാൻ എപ്പോഴും ഒരു ജപമാല ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 27ാമത്തെ വയസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവഭയമുള്ള കുടുംബത്തിൽ നിന്നും ദൈവസ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് ഈശോ തന്നു. അതിന് എന്നെ സഹായിച്ചത് പരിശുദ്ധ ജപമാലയാണ്. ഓഫ് കോഴ്സ് പരിശുദ്ധ കുർബാന അവിടെ തന്നെയുണ്ട്. എപ്പോഴും നമ്മളത് പറയുമ്പോൾ, ഞാനിപ്പോൾ എന്തെങ്കിലും പുസ്തകത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഇത് നല്ല പുസ്തകമാണ്, മസ്റ്റ് ആയിട്ട് വായിക്കേണ്ട പുസ്തകമാണെന്നൊക്കെ പറയുമ്പോൾ ബൈബിൾ ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മളത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും ഇതിനെപ്പറ്റി പറയുന്നത്. പരിശുദ്ധ കുർബാന എപ്പോഴും ഉണ്ട്. അതിന് രണ്ടാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ജപമാല. അപ്പോൾ അന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോടുത്ത് എന്തും പറയാലോ. അതായത് നമ്മുടെ അപ്പൻ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം നമുക്ക് പറയാം. അപ്പം ഇന്ന നിറമായിരിക്കണം, കാണാൻ ഇങ്ങനെയായിരിക്കണം, ഈ രീതിയിലായിരിക്കണം, മോഡേണാണോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാരിയാണോ, ഇങ്ങനെയാണുള്ളത് നമുക്ക് എല്ലാം പറയാം. പക്ഷേ ചിലത് നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് പറയാൻ പോലും അറിയില്ല. അത് നമ്മുടെ ഹൃദയത്തിനുള്ളിലാണുള്ളത്. അതെങ്ങനെ നമുക്ക് പ്രാർത്ഥനയിലൂടെ ഈശോയോട് എക്സ്പ്രസ് ചെയ്യണം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്നത്, ഞാൻ ലാറ്റിനാണ്, ഒരു സിറോ മലബാർ സഭയിലുള്ളൊരു പെൺകുട്ടിയെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ പഠിച്ചതൊക്കെ മംഗലാപുരത്താണ്. മംഗലാപുരത്ത് ഒരു 2-3 വർഷം ഞാൻ അവിടെയുള്ള മംഗലാപുരം പള്ളിയുടെ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെയാണ് സിറോ മലബാർ അല്ലെങ്കിൽ സിറിയൻസിനെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ വളർന്നു വന്നിരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അത്ര ഭക്തി നിറഞ്ഞ സിറ്റുവേഷൻസ് ആയിരുന്നില്ല. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ അങ്ങനെയാണെങ്കിലും പുറത്ത് കൂട്ടുകാരാണെങ്കിലും മറ്റ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ നമുക്കൊരു ലിവിങ് ടെസ്റ്റിമണി നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കങ്ങനെയൊന്നും ആരിലും വലിയ പ്രത്യേകതയും തോന്നിയില്ല. പക്ഷേ മംഗലാപുരത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. അപ്പം ഭൂരിഭാഗവും സിറിയൻസാണ്. അപ്പോൾ അവരുടെ ഭക്തി, അവർ കുർബാനയ്ക്ക് വരുമ്പോൾ അപ്പം ഞാൻ ഈ പള്ളി ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ 5 കുർബാനയുണ്ട് ഒരു ദിവസം, ഞായറാഴ്ച. 5 കുർബാനയ്ക്ക് വരുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും, വരുന്ന ആൾക്കാരുടെ മിക്കവരുടെയും കൈകളിൽ ജപമാല കാണാം. ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ എനിക്കതൊക്കെ അതിശയമാണ്. ഇതെങ്ങനെയാണ്? കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെയൊക്കെ കയ്യിൽ ഒരു ജപമാല ഉണ്ടാവും, ഒരു 10 മണി ജപമാല. അതുപോലെ പള്ളിയിൽ ഈവൻ ഓർക്കസ്ട്ര ഇല്ലെങ്കിൽ പോലും എല്ലാവരും, അച്ഛൻ ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല നിങ്ങൾ ഉറക്കെ പാട്. എല്ലാവരും സ്വയം പ്രേരിതമായിട്ട് ഉറക്കെ കുർബാനയിൽ പങ്കെടുക്കുന്നു, റെസ്പോൺസ് ഉറക്കെ പറയുന്നു. പാട്ടുകളൊക്കെ അന്നാണ് ഞാൻ സീറോ മലബാർ കുർബാനയിലൊക്കെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. പാട്ടുകളൊക്കെ ഉറക്കെ പറയുന്നു. അപ്പോൾ എനിക്കിതൊക്കെ വളരെ
അതിശയകരമായ കാര്യമായിരുന്നു. പിന്നീട് ഇവൻ എല്ലാവരും തന്നെ തല മറച്ച് വെയിൽ ധരിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ വളരെ നമുക്കൊരു സന്തോഷം തോന്നുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വലിയ അതിശയകരമായി തോന്നത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊക്കെ പുതിയ കാര്യങ്ങളാണ്. അങ്ങനെ അവിടുത്തെ ജീസസ് യൂത്തിൽ ചേർന്നു. അപ്പോൾ ജീസസ് യൂത്തിലെ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ അതിലും ഭയങ്കര സ്നേഹമുള്ളവർ. നമ്മുടെ സ്വന്തം ചേച്ചിമാരെ പോലെയും ചേട്ടന്മാരെയും പോലെയാണ് അവരെല്ലാവരും. ഒരു അടിയും അങ്ങ് പിടിയും അങ്ങനെ ഒന്നുമില്ല, ഒരു അസൂയയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പരീക്ഷ കഴിഞ്ഞാൽ പോലും അവർ ചോദിക്കും, എടാ മോനെ എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നോ, ആ ചേച്ചി പ്രാർത്ഥിക്കാട്ടോ, ഇങ്ങനെ. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെയാണെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സീറോ മലബാറുകാരിയെ കല്യാണം കഴിക്കും എന്ന്. ഇത് എൻ്റെ ലൈഫിൽ നിന്നാണ് ഞാൻ പറയണത്. എതിരഭിപ്രായം ഉണ്ടാവാം, ഞാനങ്ങനെ മറ്റ് റീതികൾ മോശം പറയുകയല്ല, എനിക്ക് കണ്ടതിൽ ബെസ്റ്റ് തോന്നിയതാണ്. അങ്ങനെ ഞാൻ ജപമാല ചൊല്ലി ഞാൻ അപ്പോഴും പ്രാർത്ഥന തുടർന്നിരുന്നു, നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതെന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ അത് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചു. ഈ ഫോൺ വാങ്ങിച്ച് എനിക്കിതിപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എനിക്കൊരു ജോലി കിട്ടി, ഇനി ഈ ജോലി എനിക്ക് വേണ്ടാന്ന് തോന്നുവാണോ, ഒരു 3 മാസം കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരണം, എനിക്ക് വരാം, എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. നാളെ ഞാൻ ഒരു സ്ഥലത്ത് ബാംഗ്ലൂരിൽ ജോലിക്ക് വേണ്ടി പോവുകയാണ്, ആ നഗരമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക, എനിക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനുണ്ട്. ഒരു ഫ്ലാറ്റ് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചു, നമുക്കതിന് ഓണറിനോട് പറയാം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വേറെ ഫ്ലാറ്റ് വേണം. പക്ഷേ വിവാഹം, കർത്താവ് പറഞ്ഞ് വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. അപ്പം ഇത് നമുക്കൊരിക്കലും ഈ മാറ്റി വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. ഞാൻ പറയണത് ഈശോയെ സംബന്ധിച്ച് മരണം വരെ ഒന്നിച്ച് പോകണം എന്നതാണ് ഈശോയെ സംബന്ധിച്ച് ഈശോയുടെ അഭിപ്രായം. അപ്പോൾ ഈശോയുടെ അഭിപ്രായമാണല്ലോ നമ്മുടെ അഭിപ്രായം. അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് വിവാഹ ജീവിതത്തെയാണ്. കാരണം എനിക്ക് എന്നെ വിളിച്ച് പറഞ്ഞ ആൾക്കാരുടെയും മറ്റു അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളൊരു പക്ഷേ യൂത്തായിട്ടുള്ളവരോടെ ഞാൻ പറയണത്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും, വീട്ടിൽ കടം, ഒരു സ്വന്തമായിട്ട് വീടില്ല, നല്ലൊരു ജോലിയില്ല, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. അപ്പം സമ്പത്ത് കിട്ടിയാൽ ഇതൊക്കെ സോൾവ് ആവും നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അത് സോൾവ് ആവില്ല. സമ്പത്ത് കിട്ടിയാലും സോൾവ് ആവില്ല, അടുത്ത പ്രശ്നം വരും. അപ്പം ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല ജോലി, നല്ല സമൂഹത്തിൽ നല്ല പൊസിഷൻ, നല്ല സൗന്ദര്യം എല്ലാം നന്നായിട്ടുണ്ട്, ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കുടുംബജീവിതത്തിൽ ചേർച്ചയില്ലായ്മ. അതുകൊണ്ട് എന്താണ്, 70,000 രൂപ സാലറി വാങ്ങിച്ച് 1-ാം തീയതി സാലറി വാങ്ങി വീട്ടിൽ വന്നാലും ഈ സാലറി വാങ്ങിയൊരു സന്തോഷം മനസ്സിനില്ല. കാരണം കുടുംബത്തിൽ അതൊരു നരകം പോലെയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരാൻ തോന്നുന്നില്ല ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പം നമ്മൾ യൂത്ത് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടുമ്പോൾ പോലും നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാത്തതിൻ്റെ പ്രശ്നം വളരെ വലുതാണ്. കാരണം നമ്മൾ വീട്ടിലോട്ടാണ് നമ്മൾ ജോലി കഴിഞ്ഞ് പോകേണ്ടത്. എവിടെ പോയാലും നമ്മൾ അവസാനം വീട്ടിലോട്ടാണ് വരേണ്ടത്. അവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും, മരണം വരെ നമ്മളിത് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈശോ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വരിക എന്നുള്ളത്, നല്ലൊരു ജീവിത പങ്കാളി, ദൈവവിശ്വാസമുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിഞ്ഞൂടാ ആരാ എവിടെയുള്ളതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആ വ്യക്തിയെ ദൈവം സാത്താൻ്റെ കെണിയിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള മലകളും കുന്നുകളെല്ലാം കർത്താവ് നിരപ്പാക്കി തരുന്നു. ഈ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളി നിങ്ങൾക്ക് ലഭിക്കും. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച പോലെ കിട്ടണമെന്നില്ല. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അതായത് ചിലപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷേ കിട്ടിയത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പ്രൊഡക്റ്റായിരിക്കും. പക്ഷെ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നിനക്ക് അവനെ അല്ലെങ്കിൽ അവളെ
ജീവിത പങ്കാളിയെ തന്നാലേ അവൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ അവളുടെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇവനെ സഹിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇവളെ സഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നിനക്ക് തന്നിരിക്കുന്നത്. ഇനി നീ അത് മോഡിഫൈ ചെയ്തെടുക്കണം. നമ്മൾ ചില വണ്ടി വാങ്ങിക്കത്തില്ലേ, വണ്ടി വാങ്ങിക്കാൻ നമുക്ക് തോന്നും ഇത് കൊള്ളത്തില്ല, പക്ഷേ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയായി. അതുപോലെ മോഡിഫൈ ചെയ്തെടുക്കണം. അത് പ്രാർത്ഥന വഴി മോഡിഫൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷപ്പെട്ടു. ആ വ്യക്തി കാരണം നമുക്ക് സഹനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും, തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുവഴി നമ്മളും വിശദീകരിക്കപ്പെട്ടു, ഈശോയെ ഹാപ്പി. ഈശോ വിചാരിച്ചതുപോലെ ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷപ്പെട്ടു. ഈ ഒരു ത്യാഗ മനോഭാവം അല്ലെങ്കിൽ ഇച്ചിരി സഹിക്കാനുള്ള കൃപ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം വീട്ടിൽ വിളിച്ചു പറയും, അമ്മേ ഇത് ഇവിടെ ഇങ്ങനെയാണ്. അപ്പം അമ്മ പറയും, നീ എൻ്റെ മോളല്ലേ, നീ ഇങ്ങ് വന്നേക്ക്, സഹിക്കൊന്നും വേണ്ട, കഴിഞ്ഞു, അവിടെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പം നമുക്ക് ഇച്ചിരി ഈ സഹിക്കാനുള്ള കൃപ നമുക്ക് വേണം. അതെല്ലാം ഈ ജപമാലയിലൂടെയാണ് സാധിക്കുക. എൻ്റെ ഓർമ്മയിലൊരു സംഭവം ഞാൻ പറയുകയാണ്, എനിക്ക് മറന്നുപോയി, ഡാനിയൽ അച്ഛൻ പറഞ്ഞ സംഭവമാണ്. എനിക്കൊന്ന് ജോൺ പോൾ എന്നാണെന്ന് തോന്നുന്നു ആ ചേട്ടൻ്റെ പേര്. ഭയങ്കര മദ്യപാനിയൊക്കെ ആയിരുന്നു. ഭാര്യ ഒത്തിരി ആ ചേട്ടനോട് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ഒന്നും നടക്കണില്ല, പ്രത്യക്ഷത്തിൽ മാനസാന്തരമൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ, ഇതെൻ്റെ ഓർമ്മയിൽ നിന്നാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ചേട്ടൻ, ഈ ചേച്ചി പുറത്തു പോയി, ഈ ചേട്ടൻ സോഫയിലിരുന്ന് TV കാണുവാണ്. അപ്പോൾ ഏതൊരു ഡിവോഷണൽ ചാനൽ വെച്ചു. ഇത് വെച്ച സമയത്ത് ആ ചാനലിലൂടെ ആരെന്തോ സംസാരിക്കുകയാണ്, വചന പ്രഘോഷണം നടത്തുകയാണ്. ഈ സമയത്ത് ഈ ചേട്ടന് അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകുന്നു. ഈ ചേട്ടൻ ആ നിമിഷം അവിടെ മുട്ടിന്മേൽ വീണ് വാവിട്ട് നിലവിളിക്കുക. ഭാര്യ പുറത്തോട്ടൊന്ന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ ഈ ചേട്ടൻ മുട്ടുകുത്തി നിന്ന് കരയണതാണ്, നിലവിളിച്ച് കരയണതാണ് ഈ ഭാര്യ കാണുന്നത്. ആ നിമിഷം ആ മനുഷ്യൻ മദ്യപാനം നിർത്തി. ചേച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. അങ്ങനെ ഉണ്ടാവാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സ്പെസിഫിക്കേഷൻസും മാറിയതായിരിക്കാം നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ നല്ലൊരു ജീവിത പങ്കാളിയെ, ട്രഡീഷണൽ കാത്തലിക് വൈഫ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയെ, ട്രഡീഷണൽ കാത്തലിക് ഹസ്ബൻഡ് നിങ്ങൾ അന്വേഷിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും മാതാവ് നമുക്ക് വേണ്ടിയിട്ട് ആ ജീവിത പങ്കാളി തരും. അപ്പം അങ്ങനെ നല്ല ജീവിത പങ്കാളി ലഭിച്ചാൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ, അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം. എന്നാലും ചുരുക്കി ഞാൻ പറയാം, നമ്മുടെ പ്രയർ ലൈഫ്, നമ്മുടെ സാക്രമെൻ്റൽ ലൈഫ്, ഇതെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകും. അതായത് രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുകയാണ്, അപ്പോൾ ഒരാൾക്ക് തോന്നുവാണ് ഇത് നല്ല മഴ, പോവേണ്ട. പക്ഷേ മറ്റേ ആൾക്ക് നല്ല ഉഷാറുണ്ട് പോകാൻ. അപ്പം ഈ ആളെന്ത് ചെയ്യും? തൻ്റെ ജീവിത പങ്കാളിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കുർബാന കൊണ്ടുപോകും. ഇതുപോലെ തന്നെയാണ് പരസ്പരം നമ്മളെ സഹായിച്ച് നമ്മൾ അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. അപ്പം നല്ല ജീവിത പങ്കാളി, അതായത് നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലോ ജോലിയുടെ കാര്യത്തിലോ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലോ അല്ല. നല്ലത് ഉദ്ദേശിക്കുന്നത് നല്ല ദൈവസ്നേഹമുള്ള ഈശോയ്ക്ക് ജീവിക്കുന്ന ഒരാൾ. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria gracia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Santa Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.